സുഹൃത്തുക്കളെ, ഇതാ ഇന്നലെ ഇട്ട നമ്മൾ 50 ഏക്കറിൻ്റെ വേറൊരു പോർഷനും കൂടിയിട്ടാണ് ഈ കാണുന്ന ഭാഗം. 30 ഏക്കറും ഇന്നലെ ഇട്ടതിൻ്റെ ഭാഗം 20 ഏക്കറും, സെൻട്രലിൽ കൂടെ റോഡ്, ഫ്രണ്ടേജ് റോഡ്, സൈഡിൽ റോഡ്, 3 ഭാഗം റോഡ് കവർ ചെയ്തെങ്കിൽ ഈ പോർഷനിൽ റബ്ബറായിരുന്നു. ഇപ്പോൾ അത് പൈനാപ്പിൾ കൃഷിക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ്. അതാണ് ഇങ്ങനെ പ്ലെയിനാക്കി JCB ഓടി ക്ലീനാക്കി വെച്ചിരിക്കുന്നത്. ഇടതുവശത്തും വലതുവശത്തും പെരിയാറിൻ്റെ താഴ്വശം, എന്ന് വെച്ചാൽ ഇതിൻ്റെ താഴ്വശം പെരിയാറാണ്. വെള്ളത്തിന് യാതൊരു പ്രശ്നമില്ല, റോഡിനും സൗകര്യമുണ്ട്, കറണ്ടിനും സൗകര്യമുണ്ട്. അപ്പോൾ ഈ കാണുന്ന 50 ഏക്കർ മനോഹരമായിട്ടുള്ള ഈ പ്രോപ്പർട്ടിയാണ്. നോക്കൂ, എത്ര റോഡ് വീതി നോക്കൂ, 8 മീറ്റർ വീതിയാണ് കേട്ടോ റോഡ്. 8 മീറ്റർ, 3 കിലോമീറ്റർ ചുറ്റളവ് ഈ സ്ഥലത്തിൻ്റെ വീതിയിൽ കിടക്കുന്ന റോഡിൽ, എന്ന് വെച്ചാൽ റാറ്റ് ടൈപ്പിൽ റോഡ് നമ്മൾക്ക് സ്വന്തമാക്കാം. ഏത് പോർഷൻ എങ്ങനെ വേണമെങ്കിലും പിന്നീട് നമ്മൾക്ക് പിരിച്ച് വിൽക്കണം, 5 ഏക്കർ 10 ഏക്കർ വിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷൻ മാത്രം അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വിലയ്ക്ക് പോകാവുന്നതാണ്. റിസോർട്ടിന് ഇപ്പോൾ ഈ ഭാഗത്ത് സുഖമായ ആൾക്കാർ വരുന്ന കോതമംഗലം ഭാഗത്ത് ഇഷ്ടംപോലെ ആൾക്കാർ റിസോർട്ട് സ്ഥലം നോക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ പുറത്തുനിന്ന് കാണുന്നവരാണെങ്കിൽ ഈ 50 ഏക്കർ മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടി, ജാതിക്ക, കൊക്കോ, റബ്ബർ, മൂച്ചി, പ്ലാവ്, തെങ്ങ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി, വീടടക്കം താമസിക്കാൻ സൗകര്യമുള്ള വീട് ഉൾപ്പെടെയാണ് ഈ പ്രോപ്പർട്ടി. ഇതിന്റെ വലതുവശത്ത് കാണുന്നത് നമ്മുടെ എല്ലാ, ഇടതുവശത്ത് കാണുന്നതാണ്. അതൊരു പ്രോപ്പർട്ടിയാണ്, അതൊരു കമ്പനിയുടെ പേരിലാണ്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി, കമ്പനിയുടെ പേരിലല്ല, ഒരു കുടുംബത്തിന്റെ ജ്യേഷ്ഠാനിയന്മാരുടെ പേരിൽ അവകാശത്തിൽ കിടക്കുന്നു. നോക്കൂ, റോഡ് എത്ര നീളമാണ് നോക്കൂ, എത്ര ക്ലീനായി കിടക്കുന്നു നോക്കൂ. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെയും 8 മീറ്റർ റോഡ്, ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും ഏത് വണ്ടി വേണമെങ്കിലും കയറി ഇറങ്ങാൻ വരുന്ന. ഇനിയിപ്പോൾ കമ്പനി പർപ്പസിന് അല്ലെങ്കിൽ ഫാം സെറ്റ് ചെയ്യാനാണോ, അങ്ങനെയാണെങ്കിൽ ഫാം സെറ്റ് ചെയ്യാൻ അങ്ങനെ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ നല്ല കമ്പനി പർപ്പസിന് യൂസ്ഡ് ആയിട്ടുള്ള ഭൂമിയാണ്. അപ്പോൾ ഈ ഇന്നലെ പറഞ്ഞതുപോലെ ഏക്കർ 70 ലക്ഷം രൂപയാണ് പാർട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൊണ്ടുപോയ പാർട്ടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 50 മേലെയും അങ്ങനെ മേടിച്ചേരാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ പാർട്ടി ഒരു കമ്പനിയായിട്ട്, ഞങ്ങൾ ഒരു കമ്പനിയായിട്ട് കൊണ്ടുപോയതാണ്. കമ്പനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിൽ എന്തെങ്കിലും കാരണവശാൽ മിസ്സിങ് വരികയാണെങ്കിൽ, ഇത്രയും ദൂരം ഞാൻ ഓടിച്ചു പോയി അവിടെ പോയി ഷൂട്ട് ചെയ്ത്, അപ്പോൾ എന്തെങ്കിലും കാരണവശാലും മിസ്സിംഗ് ആണെങ്കിൽ നമ്മൾക്ക് നിങ്ങൾ ചോദിക്കുന്ന ആളിനെ പെൻഡിങ്ങിലിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും നിങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചു തന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചത്. ഇതെല്ലാം റബ്ബർ 3-ാം കൊല്ലമാണ് റീപ്ലാന്റ് ചെയ്താണ്. സൈഡിലെല്ലാം ചുരുങ്ങിയത് നിറയെ നല്ല 50, 60, 70 ഇഞ്ച് തേക്ക് മരങ്ങൾ ചുറ്റുഭാഗത്ത് ഏകദേശം ഒരു 300-400 കൂടുതലുണ്ട്. പിന്നെ ജാതി, കൊക്കോ ഇന്നലത്തെ വീഡിയോന്റെ ഫുള്ള് കാണിച്ചിട്ടുണ്ട്. വലതുവശത്ത് നിന്ന് കാണിച്ചതിന്റെ ആ ഭാഗം റബ്ബർ ഒരു സൈഡ്. അപ്പോൾ ഇതിന്റെ എല്ലാ സൈഡും പെരിയാറിന്റെ ഒരു പോർഷൻ വരാൻ സാധ്യതയുണ്ട്. വെള്ളം ഒരു കാരണവശാലും കയറില്ല, അത്രയും ഹൈറ്റാണ്. നമ്മൾക്ക് ഇന്നലെ കൊണ്ടുപോയവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു വെള്ളം കയറുമെന്ന്. ഒരിക്കലും ഇല്ല, അത്രയടി ഹൈറ്റുള്ള ഭാഗമാണ്. ഇതിന്റെ നേരെ തൊട്ട് ഭാഗത്തെ വീടുകളുണ്ട്. നമ്മുടെ ഒരു പോർഷൻ ആ ഭാഗം ഇന്നലത്തെ വീടുകൾ കാണിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി 50 ഏക്കർ എടുത്തിടാൻ താല്പര്യമുണ്ടെങ്കിൽ സുഖമായി എടുത്തിട്ടോളം, യാതൊരു പ്രശ്നമില്ല. ഈ ഭാഗത്ത് നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലമാണെങ്കിൽ 100% വിളിച്ചോളൂ. നമ്മുടെ ചാനൽ കാണുന്നവർ ആര് വേണമെങ്കിലും നമ്മുടെ ചാനലിൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ വിദേശത്തുള്ളവർക്ക് ഫോർവേഡ് ചെയ്ത് നമ്മൾ കൊണ്ടുപോയി കാണിച്ചു തന്നത് ആ സ്കൂട്ടിയിൽ പോയ മുൻവശത്താണ്. ഞാൻ കുറേ ദൂരം അവരുടെ വണ്ടിയിൽ കയറിയിട്ടാണ് നേരെ ഷൂട്ട് ചെയ്തതെന്ന്. ചെറുപുള്ളി കിടക്കാൻ അത്രയും നേരം ഇല്ല, അപ്പോൾ ആ സൈഡ് ഫുൾ എടുക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അറ്റത്ത് കാണുന്ന അവിടെ നിന്ന് തൊട്ടിട്ടാണ് നമുക്ക് ഇത്രയും റോഡ് ഫ്രണ്ടേജായി കിടക്കുന്നത്. ഈ ഭാഗത്താണ് നമ്മൾ എറണാകുളത്ത് നിന്നും ഈ ഭാഗത്തേക്ക് ശരിക്കും ബസ് വന്ന് 6-7 ബസ് വന്ന് തിരിഞ്ഞു പോകുന്ന ഭാഗമാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ കിടക്കുന്നത്. ഇത് ഉള്ളിലോട്ടുള്ള റോഡും ഇതും നേരെ പെരിയാറിലേക്ക് ഇറങ്ങുന്ന ഭാഗമാണ്. അപ്പോൾ ഈ ഭാഗത്തും നിറയെ റബ്ബറാണ്, ആ ഭാഗത്തും റബ്ബറാണ്. ഒരു സൈഡിൽ കംപ്ലീറ്റ് വീടും ജാതി, കൊക്കോ, തെങ്ങ്, മാവും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ്. ഈ പോർഷനും കിട്ടും, ആ പോർഷനും കിട്ടും. 3 ഭാഗം കവർ ചെയ്തിട്ടുള്ള വെച്ചാൽ ഈ 50 ഏക്കർ വലതുവശം ഇടതുവശം പ്രോപ്പർട്ടി. ഒരു സൈഡ് 30 ഏക്കർ, ഒരു സൈഡ് 20 ഏക്കർ കൂടിയാണ് ഈ ഇതിൽ കിടക്കുന്നത്. ചുറ്റുഭാഗം ഫുൾ തേക്ക് മരങ്ങളും ഈട്ടി അങ്ങനെയുള്ള മരങ്ങളാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും
ആരെങ്കിലും എടുത്തിടാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ കച്ചവടക്കാരാണെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഈ പ്രകൃതി ഭംഗിയോടെ റിസോർട്ട് മറ്റേ പ്രോപ്പർട്ടി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ ആരെങ്കിലും കമ്പനി പർപ്പസിന് നോക്കുകയാണെങ്കിൽ സുഖമായിട്ട് വന്നോളൂ. ഈ ഭാഗത്താണ് നമ്മുടെ ബസ് വന്ന് തിരിഞ്ഞു പോകുന്ന ഭാഗം. എറണാകുളത്ത് നിന്ന് വരുന്നവർ സുഖമായിട്ട് വന്ന് ഇവിടെ നിന്ന് തിരിഞ്ഞു പോകുന്നതാണ്. 6-7 ബസ് ഡെയിലി വന്ന് പോകുന്ന ഭാഗമാണ് ഈ പ്രോപ്പർട്ടിയിൽ കിടക്കുന്നത്, എന്ന് വെച്ചാൽ ഈ പ്രോപ്പർട്ടിന്റെ ഫ്രണ്ടിൽ കിടക്കുന്നത്. അപ്പോൾ ഇത്രയും 3 കിലോമീറ്റർ റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന മനോഹരമായിട്ടുള്ള ഈ 50 ഏക്കർ താല്പര്യക്കാരുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടോളൂ. സെന്റ് വില 70 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ 50-നാണ് പാർട്ടിയോട് ചോദിച്ചുപോകാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അതിലെന്തെങ്കിലും കമ്മിയാണോ അതിലെന്തെങ്കിലും കൂട്ടിക്കിട്ടുകയാണെങ്കിലും നമ്മൾക്ക് യാതൊരു പ്രശ്നമല്ല. പാർട്ടിയെ നിങ്ങൾക്ക് നേരിട്ട് തരും. നമ്മുടെ ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ കാര്യങ്ങൾ എടുത്തിടാൻ താല്പര്യമുണ്ടെങ്കിൽ പാർട്ടിനെ നേരിട്ട് മുട്ടിപ്പിച്ച് തരും. നിങ്ങളിരുന്ന് നിങ്ങളുടെ വിലക്ക് ചോദിക്കാം. അവിടെയുള്ളവർ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാഗത്ത് കോതമംഗലം ഭാഗത്ത് എന്ത് വില അവിടെ പ്രോപ്പർട്ടിക്ക് ഉണ്ട് എന്ന് ചോദിക്കും. ഞങ്ങൾ നിറയെ ഭൂമി കണ്ട് ഇതാണ് ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭൂമി. വില കൊണ്ടും ബാക്കിയുള്ള എല്ലാ വരുമാനം കൊണ്ടും നോക്കുമ്പോൾ പോകുന്ന ഭാഗത്തിനെല്ലാം 1-1.5 ആ റേഞ്ചിലുള്ളത് കാണിച്ച് ഞങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട ഒരു ഭൂമിയായിട്ട് ഈ വീടും സ്ഥലവും ഈ 50 ഏക്കറും വലതുവശത്തും ഇടതുവശത്തും കാണുന്ന ഭൂമി 50 ഏക്കർ ഏട്ടനണിമാരുടെ 4 ആധാരത്തിൽ കിടക്കുന്നു. പേപ്പർ പക്കയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പേപ്പർ പോയി പരിശോധിച്ച് ഭൂമി കണ്ട് പേപ്പർ പരിശോധിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ വിലയോട് അടുത്താൽ മതി. യാതൊരു പ്രശ്നമല്ല. നമ്മൾക്ക് കാണിച്ചു തരുന്ന ആള് എല്ലാം അതിന് ക്ലിയർ ആണ്. യാതൊരു പ്രശ്നമല്ല. അത് ഇത്രയും ദൂരം പോയിട്ട് നമ്മൾക്ക് മിസ് വരരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുന്ന സുഹൃത്തുക്കളെ. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓൾ ബെല്ലൈക്കൻ അമർത്തിക്കോളൂ. നോട്ടിഫിക്കേഷൻ ആയിട്ട് ഉടനെ നിങ്ങൾക്ക് വരുന്നതാണ്. ലൈക്ക് ചെയ്ത് കാണുകയാണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും സുഹൃത്തുക്കളെ. അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യൂ. ഇതേപോലത്തെ മനോഹരമായിട്ടുള്ള വീഡിയോ വരണമെങ്കിൽ @SA പ്രോപ്പർട്ടി ഒന്ന് സന്ദർശിക്കോളൂ. ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.